best performance of engine with off-load adjusting timings. ഹലോ, എൻ്റെ പേര് ഷീന. ഈ മോഡ്യൂളിൽ ഓഫ് ലോഡ് അഡ്ജസ്റ്റിംഗ് ടൈമിങ്ങുകൾ ഉപയോഗിച്ച് നമ്മൾ എഞ്ചിന്റെ പെർഫോമൻസ് പരിശോധിക്കാൻ പോകുന്നു. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകും ഓഫ് ലോഡ് കണ്ടീഷനിൽ ഡീസൽ എഞ്ചിന്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് ആവശ്യമായ എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ, ടൂളുകൾ എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യമായ ടൂളുകൾ, എക്യുപ്മെന്റുകൾ. ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരെണ്ണം. ആവശ്യമായ എക്വിപ്മെന്റുകൾ, മെഷീനറികൾ. മെക്കാനിക്കൽ ഗവർണറുള്ള മൾട്ടി സിലിണ്ടർ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ഒരെണ്ണം. കേബിളുകളുള്ള 12 വോൾട്ട് ബാറ്ററി ഒരു സെറ്റ്. ആവശ്യമായ മെറ്റീരിയലുകൾ, കോമ്പൗണ്ടുകൾ. ക്ലീനിംഗ് ട്രേ ഒരെണ്ണം. കോട്ടൺ ക്ലോത്ത്. സോപ്പ്, ഓയിൽ. ഡീസൽ. ലൂബ്രിക്കേഷൻ ഓയിൽ ആവശ്യാനുസരണം. എഞ്ചിൻ പ്രകടനത്തെ പലപ്പോഴും സ്പീഡ് ലോഡ് ഡൊമെയ്നിലെ എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ബിഹേവിയർ വിശേഷിപ്പിക്കുന്നു. ഉദാഹരണത്തിന് എമിഷൻ, ഫ്യുവൽ കൺസപ്ഷൻ, നോയ്സ്, മെക്കാനിക്കൽ തെർമൽ ലോഡിംഗ് എന്നിവയുടെ സ്വഭാവം. എഞ്ചിൻ ടൈമിംഗ് സിസ്റ്റം ക്രാങ്ക്ഷാഫ്റ്റിന്റെയും ക്യാംഷാഫ്റ്റുകളുടെയും മോഷൻ സിങ്ക്രണൈസ് ചെയ്യുന്നു. ഇത് പിസ്റ്റണുകളുമായി കൃത്യസമയത്ത് വാൽവുകൾ പ്രവർത്തിപ്പിക്കുന്നു. പിസ്റ്റണുകളും വാൽവുകളും പരസ്പരം സമ്പർക്കം പുലർത്തുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു. ചില സന്ദർഭങ്ങളിൽ എഞ്ചിൻ ടൈമിംഗ് സിസ്റ്റം ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്. വാഹനങ്ങളുടെ എഞ്ചിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ ടൈമിംഗ് സിസ്റ്റം നിർണായക പങ്കുവഹിക്കുന്നു. ഗുരുതരമായ എഞ്ചിൻ തകരാറുകൾ ഒഴിവാക്കാൻ ടൈമിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടുകളുടെ ഗുണനിലവാരം വളരെ ഉയർന്ന നിലവാരമുള്ളതായിരിക്കണം. ടൈമിംഗ് സിസ്റ്റം നിരവധി വ്യത്യസ്ത കോമ്പൗണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ടെൻഷനറുകൾ അല്ലെങ്കിൽ അഡിലർ റോളുകൾ. ടൈമിംഗ് ബെൽറ്റുകൾ അല്ലെങ്കിൽ സിൻക്രണസ് ബെൽറ്റുകൾ. ഒരു എഞ്ചിൻ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഓരോ സിലിണ്ടറിലുമുള്ള ഫ്യൂവൽ എയർ മിക്സച്ചർ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ എത്തുമ്പോൾ തന്നെ തീപിടിക്കണം. സ്പാർക്ക് പ്ലഗ് മിക്സച്ചർ ഇഗ്നൈറ്റ് ചെയ്യുന്നതിനും കമ്പസ്റ്റൺ വർദ്ധിപ്പിക്കുന്നതിനും ഒരു നിശ്ചിത സമയമെടുക്കും. ടിഡിസിക്ക് കുറച്ച് സമയം മുമ്പ് പ്ലഗ് ഫെയർ ചെയ്യാൻ ടൈമിംഗ് മെക്കാനിസം സെറ്റ് ചെയ്യുന്നു. ഓഫ് ലോഡ് കണ്ടീഷനുകളിൽ എഞ്ചിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നതിനും ആവശ്യമായ ടൈമിംഗ് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നതിനും സ്റ്റേബിൾ ആയതും അൺലോഡ് ചെയ്തതുമായ എഞ്ചിൻ ഉപയോഗിച്ച് ടെസ്റ്റ് ആരംഭിക്കുക. FIP ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് മൗണ്ടിംഗ് ബോൾട്ടിന്റെ സുരക്ഷിതമായ ഫാസ്റ്റണിംഗ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ ടൈറ്റ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ശ്രദ്ധ റേഡിയേറ്ററിലേക്ക് തിരിക്കുക. അതിലെ വാട്ടർ ലെവൽ വിലയിരുത്തുക. റെക്കമെൻഡ് ചെയ്ത ലെവലിലും താഴെയാണെങ്കിൽ അത് ടോപ്പ് അപ്പ് ചെയ്യുക. എഞ്ചിൻ ഓവർ ഹീറ്റാകുന്നത് തടയാൻ നന്നായി പ്രവർത്തിക്കുന്ന റേഡിയേറ്റർ പ്രധാനമാണ്. അടുത്തതായി സമ്പിലെ ലൂബ്രിക്കറ്റിംഗ് ഓയിൽ ലെവൽ പരിശോധിക്കുക. ശരിയായ ലൂബ്രിക്കേഷൻ നിലനിർത്താനും എഞ്ചിന്റെ അവശ്യ ഭാഗങ്ങളിലെ ഫ്രിക്ഷനും തേയ്മാനവും കുറയ്ക്കാനും ആവശ്യമെങ്കിൽ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യുക. കൂടാതെ ഓയിൽ ടാങ്ക് പരിശോധിക്കുക. ഫ്യൂവൽ ലെവൽ സ്ഥിരീകരിക്കുകയും ആവശ്യാനുസരണം നിറയ്ക്കുകയും ചെയ്യുക. സ്റ്റാർട്ടിംഗ് മോട്ടോറിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുക. കേബിളുകൾ ദൃഢമായിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശ്രദ്ധിക്കുക, ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസിന്റെ സഹായത്തോടെ സിസ്റ്റം എയറിൽ നിന്ന് സ്വതന്ത്രമാകുന്നവരെ ഫ്യൂവൽ സിസ്റ്റം ബ്ലീഡ് ചെയ്യുക. ഫാൻ ബെൽറ്റിന്റെ ടെൻഷൻ പരിശോധിച്ച് ആവശ്യമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്തതായി ശരിയായ പ്രവർത്തനം ഉറപ്പാക്കാൻ F1 പമ്പ് ഷാഫ്റ്റിലെയും ഹൗസിംഗിലെയും ടൈമിംഗ് മാർക്ക് നിരീക്ഷിക്കുക. ഇഗ്നീഷ്യൻ കീ ഉപയോഗിച്ച് ഇഗ്നീഷ്യൻ സ്വിച്ച് ഓണാക്കുക. ഇഗ്നീഷ്യൻ സ്വിച്ച് ഓണായാൽ സ്റ്റാർട്ടർ ബട്ടണിന്റെ സഹായത്തോടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, സ്റ്റാർട്ട് ചെയ്യുന്നതിന് കൂടുതൽ സമയം സ്റ്റാർട്ടർ ബട്ടൺ പിടിക്കരുത്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഉടൻ തന്നെ സ്റ്റാർട്ടർ ബട്ടൺ റീസ് ചെയ്യുക. എഞ്ചിൻ വിജയകരമായി സ്റ്റാർട്ട് ചെയ്ത ശേഷം ആക്സിലറേറ്റർ ലിവർ ഉപയോഗിച്ച് ക്രമേണ എഞ്ചിൻ സ്പീഡ് വർദ്ധിപ്പിക്കുക. ഈ നിയന്ത്രിത ആക്സിലറേഷൻ പ്രക്രിയ സാവധാനത്തിലും സുഗമമായും നടപ്പിലാക്കുക. എഞ്ചിൻ വർദ്ധിച്ച സ്പീഡിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പെർഫോമൻസ് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക.
ലീക്കിന്റെ ലക്ഷണങ്ങളോ അസാധാരണമായ ശബ്ദങ്ങളോ ഇല്ലാതെ എഞ്ചിൻ സുഗമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. നിരീക്ഷിച്ച ശേഷം ആക്സിലറേറ്റർ ലിവർ വിടുക. എഞ്ചിൻ ക്രമേണ സ്പീഡ് കുറയ്ക്കാൻ അനുവദിക്കുക. എഞ്ചിൻ കുറഞ്ഞ സ്പീഡിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും അസാധാരണമായ വൈബ്രേഷനുകൾക്കായി എഞ്ചിൻ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും ചെയ്യുക. എന്തെങ്കിലും വൈബ്രേഷനുകൾ കണ്ടെത്തിയാൽ മാനുഫാക്ചറിന്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ മാനുവൽ അനുസരിച്ച് ഒരു സ്പാനറിന്റെയും സ്ക്രൂ ഡ്രൈവറിന്റെയും സഹായത്തോടെ ഐഡിലിംഗ് സ്റ്റോപ്പ് സ്ക്രൂവിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുക. എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഐഡിലിലും ഹൈ സ്പീഡിലുമുള്ള ഓപ്പറേഷൻ പെർഫോമൻസ് പരിശോധിക്കുക. ശ്രദ്ധിക്കുക, ഐഡിലിംഗ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഐഡിലിംഗ് സ്പീഡ് ലോക്ക് നട്ട് ലോക്ക് പൊസിഷനിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അവസാന ഘട്ടമെന്ന നിലയിൽ ഓഫ് ലിവർ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലിവർ ഉപയോഗിച്ച് എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ ഈ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തി. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് ഓഫ് ലോഡ് കണ്ടീഷനിൽ ഡീസൽ എഞ്ചിന്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനാൽ ഓഫ് ലോഡ് അഡ്ജസ്റ്റിംഗ് ടൈമിംഗുകൾ ഉപയോഗിച്ച് എഞ്ചിന്റെ പെർഫോമൻസ് പരിശോധിക്കാൻ നമ്മൾ പഠിച്ചു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.